अधिक शब्दों के मेल को समास कहते हैं. രണ്ട് ശബ്ദങ്ങൾ ചേർന്ന് വരുന്നതിനെയാണ് സമാസ് എന്ന് പറയുന്നത്. സമാസ് കാ 6 ഭേദ് ഹോത്തെ ഹൈ. സമാസിന് മൊത്തത്തിൽ 6 ഭേദങ്ങളാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ വന്നിട്ട് അവ്യയീഭാവ സമാസ്. അവ്യയീഭാവ സമാസ് പെഹലാ ശബ്ദ കാ പ്രാധാന്യ ഹോ. നമ്മൾ പറഞ്ഞല്ലോ, രണ്ട് ശബ്ദങ്ങൾ യോജിക്കുമ്പോഴുള്ളതാണ് സമാസ് എന്ന് പറഞ്ഞു. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യഥോചിത്. യഥോചിത് എന്ന് പറഞ്ഞാൽ അത് വിഗ്രഹിക്കുമ്പോൾ ഉചിത് കെ അനുസാർ എന്നാണ് പറയുക. അപ്പം അതിൽ യഥോചിത് എന്ന് പറയുമ്പോൾ ഉചിത് കെ അനുസാർ എന്ന് പറഞ്ഞാൽ ഉചിത് നമ്മുടെ മനസ്സിന് തോന്നിയതുപോലെ ഉചിത് കെ അനുസാർ. അപ്പം അതിൽ ഫസ്റ്റ് വേർഡിനാണ് പ്രാധാന്യം വരുന്നത്. അങ്ങനെ ഫസ്റ്റ് വേർഡിന് പ്രാധാന്യം വരുന്ന സമാസിന്റെ പേരാണ് അവ്യയീഭാവ സമാസ്. സമാസിന് 6 ഭേദങ്ങളാണുള്ളത്. 6 ഭേദ് ഹോത്തെ ഹേ. അതിൽ ഫസ്റ്റ് വൺ അവ്യയീഭാവ് സമാസ്. അവ്യയീഭാവ് സമാസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പദത്തിന് പ്രാധാന്യം വരിക. 2 വാക്കുകൾ ഉണ്ടാവും, 2 പദങ്ങൾ ഉണ്ടാവും, അതായത് 2 വേർഡ്സ് ഉണ്ടാവും. അതിൽ ആദ്യത്തെ വേർഡിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് അവ്യയീഭാവ സമാസ്. ഏതോ ഉചിത് എന്ന് പറഞ്ഞാൽ ഉചിത് കെ അനുസാർ വിഗ്രഹിച്ചെഴുതുമ്പോൾ. അല്ലാതെ നോക്കുമ്പോഴും ഏതോ ഉചിത്. ഏതോ ഉചിത് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഏതോ എന്നുള്ള വാക്കിനാണ്, അതാണ് ഉചിത് കെ അനുസാർ എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബിനാ ഡർ കെ എന്നുള്ള അർത്ഥത്തിൽ വരുമ്പോൾ നിഡർ. നിഡർ അല്ലെ, നിഡർ എന്നുള്ള വേർഡ് ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. നിഡർ എന്ന് പറയുമ്പോൾ നീയും ഡറും 2 വേർഡ്സ് ഉണ്ട്. ആ 2 വേർഡ്സിൽ ഡർ എന്ന് പറഞ്ഞാൽ പേടി എന്നുള്ള അർത്ഥമാണ്. പക്ഷെ അതിൻ്റെ കൂടെ നീ എന്ന് വന്നപ്പോൾ എന്തായി, പേടിയില്ല എന്നുള്ള അർത്ഥമായി. അപ്പം അതിൽ ഫസ്റ്റ് വേർഡിനാണ് പ്രാധാന്യം അല്ലേ. ഫസ്റ്റ് വേർഡ് ഇല്ലെങ്കിൽ അതിന് മീനിങ്സ് തന്നെ മാറിപ്പോകും. അപ്പം അതാണ് അവ്യയീഭാവ സമാസ് എന്ന് പറയുന്നത്. അപ്പോൾ യഥോചിത്, നിഡർ, അതുപോലെ ബർപേട്ട്. അപ്പൊ ചിലത് മാത്രം നമുക്ക് എന്താ വിഗ്രഹിക്കുമ്പോഴേ അതിന്റെ കറക്റ്റ് അർത്ഥം മനസ്സിലാവുള്ളൂ. ബർപേട്ട് എന്ന് പറഞ്ഞാൽ പേട്ട് ബർഖേ എന്നുള്ള അർത്ഥം അല്ലെ, വയറ് നിറയെ. അപ്പോഴും വരാം ബർ എന്ന് പറഞ്ഞാൽ നിറയ്ക്കുക എന്നുള്ള അർത്ഥം. അപ്പൊ വയറിനല്ല പ്രാധാന്യം, വയറ് നിറയെ എന്നുള്ള അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് വേർഡിന് പ്രാധാന്യം വരുമ്പോൾ അത് ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വിഗ്രഹിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതിലേത് പദത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് എന്നുള്ളത്. അപ്പൊ അതാണ് അവ്യയീഭാവ് സമാസ്. എക്സാമ്പിള് പ്രതിക്ഷൻ, ഹർഷൻ എന്നുള്ള അർത്ഥമാണ്. പ്രതിക്ഷൺ, ഹർഷൻ, അതായത് നിമിഷം എന്നുള്ളത് പറയുന്നതിന് പകരം ഹർഷൻ, ഓരോ നിമിഷവും അതിനാണ് പ്രാധാന്യം, ഫസ്റ്റ് വേർഡിനാണ് പ്രാധാന്യം. അപ്പൊ അത് വരും. നിഡർ വരും, ബർപേട്ട്, അതുപോലെ ബേഖാം. ബേഖാം എന്ന് പറഞ്ഞാൽ കാം എന്ന് പറഞ്ഞാൽ ജോലി എന്നാണ്. ബേഖാം എന്ന് പറഞ്ഞാൽ ജോലി ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ്. അൺഎംപ്ലോയിഡ് എന്നൊക്കെ ഉള്ള അർത്ഥമാണ് ബേഖാം എന്നുള്ളത് വരുന്നത്. ബിനാ ഖാം കെ, ബേഖാം ബൈഠ എന്ന് പറഞ്ഞ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വേർഡ് അതിൽ ബേ വന്നത് കൊണ്ടാണ് അതിന് എന്ത് മനസ്സിലാകുന്നത്, ആ കാം എന്നുള്ളതിനേക്കാളും പ്രാധാന്യം ബേ എന്നുള്ള വേർഡാണ്, ജോലി ഇല്ലാതെ ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഫസ്റ്റ് വേർഡിന് പ്രാധാന്യം വരുന്നത് അവ്യയീഭാവ സമാസ്. ഇനി നെക്സ്റ്റ് വന്നിട്ട് തത്പുരുഷ്. അപ്പൊ അവ്യയീഭാവ് കഴിഞ്ഞ തത്പുരുഷ്. അപ്പൊ അതുപോലെ തന്നെ അവ്യയീഭാവിൽ ഏതാ ഫസ്റ്റ് വേർഡിന് പ്രാധാന്യം, തത്പുരുഷില് സെക്കൻഡ് വേർഡിനാണ് പ്രാധാന്യം ഉണ്ടാവുക. അതാണ് ശ്രദ്ധിക്കേണ്ടത്. പുസ്തകാലയ് എന്ന് പറയുമ്പോൾ പുസ്തകവും ആലയ്, നമ്മളിവിടെ പുസ്തകത്തിനെ കുറിച്ചല്ല പറയുന്നത് അല്ലെ. നമുക്ക് എന്താ ഇപ്പൊ പുസ്തകാലയ് എന്ന് പറയുമ്പോൾ ആ വേർഡിൽ ഉദ്ദേശിക്കുന്നത് പുസ്തകം ആലയം, പുസ്തകവും ആലയവും ചേർന്നത് പുസ്തകാലയ്. അങ്ങനെ 2 വേർഡ് വന്നു. പക്ഷെ പുസ്തകാലയ് എന്ന് പറയുമ്പോൾ പുസ്തകത്തിനല്ല പ്രാധാന്യം. പിന്നെ എന്തിനാ നമ്മൾ ഉദ്ദേശിക്കുന്നത്, എന്താ ലൈബ്രറി എന്നുള്ള വേർഡാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ 2ാമത്തെ വേർഡിനാണ് പ്രാധാന്യം, ആലയ് എന്നുള്ള വേർഡിനാണ് പ്രാധാന്യം. അപ്പൊ അതുകൊണ്ട് അതെന്താവുന്നു, 2ാമത്തെ വേർഡിന് പ്രാധാന്യം വരുന്നതാണ് തത്പുരുഷ സമാസം. ദൂസര പദ പ്രധാൻ ഹോ, തത്പുരുഷ സമാസം. എക്സാമ്പിള് രാജപുരുഷ്. അപ്പൊ അവിടെ രാജ്യത്തിനല്ല പ്രാധാന്യം, രാജ്യത്തിലെ പുരുഷ്, രാജപുരുഷ്. അങ്ങനെ 2ാമത്തെ പദത്തിന് പ്രാധാന്യം വരുന്നതാണ് ജനപ്രിയ.
ജനപ്രിയ എന്ന് പറയുമ്പോൾ പ്രിയ, ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്നുള്ള, പ്രിയപ്പെട്ട, ആ പ്രിയ എന്നുള്ള വേർഡിനാണ് പ്രാധാന്യം. അപ്പൊ അത് തത്പുരുഷ സമാസ്. തേർഡ് വൺ വന്നിട്ട് കർമ്മധാരയ സമാസ്. കർമ്മധാരയ സമാസ് എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്? നീൽ കമൽ, നീൽ ഹേ ജോ കമൽ, ഉസേ കർമ്മധാരയ സമാസ് എന്നാണ് പറയുന്നത്. അതിൽ വന്നിട്ട് ഏതാണ്? ഫസ്റ്റ് വേർഡ് രണ്ടാമത്തെ വേർഡിന്റെ വിശേഷണമായിട്ട് മാറുക, അതാണ് കർമ്മധാരയ സമാസ്. ഫസ്റ്റ് വേർഡ് സെക്കൻഡ് വേർഡിന്റെ വിശേഷണമായിട്ട് വരും. അങ്ങനെ വരുമ്പോഴാണ് കർമ്മധാരയ സമാസ് എന്നുള്ള സമാസം വരുന്നത്. എക്സാമ്പിൾ നീല കമൽ, നീലോം ഹേ ജോ കമൽ. പിന്നെ പരമാനന്ദ്, പരമ ഹേ ജോ ആനന്ദ്, അതായത് ആനന്ദ് എന്നുള്ള വേർഡ് അതിന് കുറച്ചും കൂടെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുന്നു? പരം എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നു. അതുപോലെ കമൽ എന്നുള്ള വേർഡ് അതിന് വിശേഷണം പോലെ നീൽ കമൽ. അപ്പൊ അങ്ങനെ രണ്ടാമത്തെ വേർഡിന്റെ വിശേഷണമായിട്ട് ഫസ്റ്റത്തെ വേർഡ് മാറും, ഉണ്ടായിരിക്കും. അങ്ങനെ വരുന്ന സമാസ് വന്നിട്ട് കർമ്മധാരയ സമാസ്. ഓക്കെ, ഇപ്പൊ ഈ മൂന്നെണ്ണം ക്ലിയർ. നെക്സ്റ്റ് സമാസിലെ മൂന്നെണ്ണം നമ്മൾ പറഞ്ഞു. അവ്യയീഭാവ്, തത്പുരുഷ്, കർമ്മധാരയ അല്ലെ. ഫസ്റ്റ് വേർഡ് പ്രാധാന്യം അവ്യയീഭാവ്, സെക്കൻഡ് വേർഡ് തത്പുരുഷ്, തേർഡ് കർമ്മധാരയ എന്ന് പറയുന്നത് എന്താ? സെക്കൻഡിന്റെ വിശേഷണമായിട്ട് ഫസ്റ്റ് വരും. നീൽ കമൽ, പരമാനന്ദ്, ജയ്സ ശബ്ദ്. ഓക്കെ, അങ്ങനെ. നെക്സ്റ്റ് ഇനി ഫോർത്ത് വൺ വന്നിട്ട് ബഹുബ്രീഹി. ബഹുബ്രീഹി സമാസാണ്. അതില് എന്താ വരുന്നത്? ബഹുബ്രീഹി സമാസ് എന്ന് പറയുമ്പോൾ അത് വന്നിട്ട് ഫുള്ള് ഡിഫറെന്റ് ആയിരിക്കും. രണ്ട് വേർഡിനും പ്രാധാന്യം ഇല്ലാതെ മൂന്നാമത്തെ ഒരു പദത്തിന് പ്രാധാന്യം കൊടുക്കുക, അതാണ് ബഹുബ്രീഹി സമാസ്. അപ്പൊ അതായത് ഇപ്പൊ നമുക്ക് നോക്കുമ്പോൾ ത്രിലോചൻ എന്ന് പറഞ്ഞാൽ ആരാ? ത്രിലോചൻ എന്ന് പറഞ്ഞാൽ അവിടെ ത്രീ എന്നുള്ള വേർഡിനോ ലോചൻ എന്നുള്ള വേർഡിനേക്കാളും പ്രാധാന്യം അതെന്താ വരുന്നത്? ത്രിലോചൻ എന്ന് പറഞ്ഞാൽ ശിവഭഗവാനെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ അവിടെ മൂന്നാമത്തെ ഒരു വസ്തുവിനോ വ്യക്തിക്കോ പ്രാധാന്യം കൊടുക്കുക. ആ രണ്ട് വേർഡും കൂടെ ചേർന്നിട്ട് മൂന്നാമത്തെ ഒരു അതിലില്ലാത്ത ഒരു വ്യക്തിക്കോ വസ്തുവിനോ പ്രാധാന്യം കൊടുക്കുന്നതിനെയാണ് ബഹുബ്രീഹി സമാസ് എന്ന് പറയണത്. അപ്പൊ ത്രിലോചൻ വരും. പിന്നെ എന്താ വരുന്നത്? കമല നയനൻ എന്ന് പറയുമ്പോൾ അങ്ങനെ പറയില്ല. അപ്പൊ ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത് അതൊക്കെയാണ് ബഹുബ്രീഹി സമാസിൽ വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ മൂന്നാമത്തെ പദത്തിന് പ്രാധാന്യമുള്ളതാണ് ബഹുബ്രീഹി സമാസ്. നെക്സ്റ്റ് വന്നിട്ട് ദ്വന്ദ്വ സമാസ്. ദ്വന്ദ്വ സമാസ് എന്ന് പറയുമ്പോൾ അതിൽ മെയിനായിട്ട് ഐഡന്റിഫിക്കേഷൻ എന്നുള്ളത് ഓർ എന്നുള്ള വേർഡ് ഉണ്ടാവും. ദിൻ ഓർ രാത്, വിഗ്രഹിക്കുന്ന സമയത്ത്. അത് അങ്ങനെയും ചോദിച്ചു കാണാറുണ്ട്. അപ്പൊ അതായത് ഇപ്പൊ ദിൻ രാത് എന്നുള്ളതിന്റെ ദ്വന്ദ്വ സമാസ് ഏതാണ് എന്ന് ചോദിച്ചിട്ട് ദിൻ യാ രാത്ത് അങ്ങനെ കുറെ എക്സാമ്പിൾസ് കൊടുക്കുക. അപ്പൊ അതിൽ ദിൻ ഔർ രാത്ത് എന്നുള്ളതാണ് ശരിക്ക് ദ്വന്ദ്വ സമാസിന്റെ വിഗ്രഹം എന്ന് പറയുന്നത്. രണ്ട് പദത്തിനും ഒരുപോലെ പ്രാധാന്യം, പകലിനും രാത്രിക്കും ഒരുപോലെ പ്രാധാന്യം. അതുപോലെ മാതാ പിത, ഭായി ബഹൻ, അത് ഹൈഫൺ ഇട്ടിട്ടായിരിക്കും വരിക, അല്ലെങ്കിൽ ഔർ എന്നുള്ളത്, അത് വിഗ്രഹിക്കുമ്പോൾ ഔർ എന്നുള്ളതാണ് അതിന്റെ വിഗ്രഹ പദം വരിക. മാതാ പിത എന്ന് പറഞ്ഞാൽ മാതാ ഓർ പിത വിഗ്രഹിക്കുമ്പോൾ. ഇങ്ങനെ വരുന്നതാണ് ദ്വന്ദ്വ സമാസ്. രണ്ട് പദത്തിനും പ്രാധാന്യമുള്ളത് ദ്വന്ദ്വ സമാസ്. ഇനി ഒന്നും കൂടെയാണ് ഉള്ളത്, അതേതാ? ദ്വിഗു സമാസ്. അത് ഭയങ്കര എളുപ്പമാണ്. ദ്വന്ദ്വും ദ്വിഗുവും മാറിപ്പോവരുത്. ദ്വന്ദ്വ എന്ന് പറഞ്ഞാൽ രണ്ട് പദങ്ങൾക്ക് പ്രാധാന്യമുള്ളത് ദ്വന്ദ്വ സമാസ്. ഭായി ബഹൻ, ദിൻ രാത്, മാതാപിത. ദ്വിഗു എന്ന് പറയുമ്പോൾ നമ്പർ ഉണ്ടായിരിക്കും. അതിലെ ഒരു സമാസ് വരുന്ന വേർഡിലെ ഫസ്റ്റ് വേർഡ് ഏതായിരിക്കും? നമ്പർ ആയിരിക്കും. രണ്ട് പദങ്ങളില് ഫസ്റ്റ് പദം എന്തായിരിക്കും? നമ്പർ ആയിരിക്കും. ചാർപായി, ത്രിനേത്ര പറഞ്ഞില്ലേ, ത്രിനേത്ര എന്ന് പറഞ്ഞത് അത് രണ്ടർത്ഥത്തിലും വരാം. അത് നോക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻ ഉള്ളതുപോലെ ചെയ്യാം. ദ്വിഗു സമാസ് എന്നുള്ള ഓപ്ഷനേ ഉള്ളൂവെങ്കിൽ അത് നമുക്ക് ചൂസ് ചെയ്യാം. ത്രിനേത്ര എന്നുള്ളതിൽ നമ്പറും വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ത്രിനേത്ര വാല കോൺ ഹേ? ശിവ, ശിവ ഭഗവാൻ. ത്രിലോചൻ वो तो कौन है?
ശിവഭഗവാൻ. ഏസേ അർത്ഥമേ ആ ഗയാ ഹെ തോ ആ അർത്ഥത്തിൽ വരുന്ന സമയത്ത് എന്ത് വരുന്നു? ബഹുബ്രീഹി സമാസം വരും, പിന്നെ ദ്വിഗു സമാസം വരും. അത് ഓപ്ഷൻ എന്താണോ അതിനനുസരിച്ച് ചെയ്യുക. ദ്വിഗു സമാസം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പദം നമ്പർ ആയിരിക്കും, സെക്കൻഡ് വേർഡിനെ വിശേഷിപ്പിക്കുന്ന നമ്പർ ആയിട്ട് വരുന്ന പദമായിരിക്കും. ചൗരാഹ, ചാർഭായി, അങ്ങനത്തെ വേർഡുകളാണ് ദ്വിഗു സമാസിൽ വരിക. അപ്പൊ ദ്വിഗു, ദ്വന്ദ്. ദ്വിഗു എന്ന് പറഞ്ഞാൽ നമ്പറിലൂടെ വരുന്നത്, ദ്വന്ദ് എന്ന് പറഞ്ഞാൽ രണ്ട് പദങ്ങൾക്കും പ്രാധാന്യം വരുന്നത്. ഓക്കെ, ഇത്രയും സമാസാണ് ഉള്ളത്. ഓക്കെ.